ടീച്ചറിന്റെ കുഞ്ഞുമക്കളെ എങ്ങനെ വിളിയേക്ക എന്തോ ഒന്ന് വിളിയാട്ടെ. ടീച്ചറിന്റെ കുഞ്ഞുമക്കളെ ഒന്ന് വിളിയാട്ടെ. എന്തോ. ഓക്കെ, നമുക്കത് പുതിയ അക്ഷരം പഠിക്കാം. പുതിയ അക്ഷരവും വാക്കും ആ അക്ഷരം ചിഹ്നം ചേർത്ത് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതും നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, തുടങ്ങാം. റെഡിയല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന അക്ഷരം അതാദ്യം പറയട്ടെ, എന്നിട്ട് എഴുതിയാലോ? പറയട്ടെ. ബ. ടീച്ചർ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ടീച്ചർ എഴുതാം, എന്നാലും ടീച്ചർ പറയുന്ന പോലെ ഒന്ന് പറയാൻ പറ്റുമോ നോക്കി. ബ. ബലൂൺ എന്ന് കേട്ടിട്ടുണ്ടോ? ബലൂൺ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പോൾ ബലൂൺ വാങ്ങാറുണ്ടോ? ഉണ്ടല്ലേ. ആ ബലൂൺ എന്ന് പറയുന്നത് മലയാളത്തിൽ എങ്ങനെയാണ് എഴുതുന്നതെന്നും ആ അക്ഷരം എങ്ങനെ എഴുതുന്നതെന്നും ബ എന്ന് പറയുന്ന ആ അക്ഷരം ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണെന്നും പഠിക്കാം. ഓക്കെ, കണ്ടോ? മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ശ്രദ്ധിക്കുക. കിട്ടിയോ? ആദ്യം എയുടെ ചിഹ്നം എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യാം? വായ എഴുതാം. മനസ്സിലായോ? മനസ്സിലായി കാണുമല്ലോ. മനസ്സിലാകാതിരിക്കാനും മാത്രം ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, എയുടെ ചിഹ്നം എഴുതാം, എന്നിട്ട് അതിനോട് ചേർത്ത് വായ എഴുതാം. അപ്പൊ എന്തായി? ബ. എന്തായി? ബ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുത്. നിങ്ങളോട് ചിഹ്നം ചോദിക്കുമ്പോൾ എഴുതാ വായ എഴുതാ അങ്ങനെയൊന്നും പറയരുത്. മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ടീച്ചർ അത് അങ്ങനെ എഴുതുന്നത്. ഓക്കെ, എങ്ങനെ എഴുതുന്നേ നോക്കിയേ. കൈ എടുക്കാതെ എഴുതണം. മനസ്സിലായോ? നോക്കുക, ശ്രദ്ധിച്ചെഴുതുക. കണ്ട? എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ അക്ഷരം? ബ. ഏതാണ്? ബ. ഒന്ന് പറഞ്ഞേ. ബ. ഒന്നുകൂടെ എഴുതാം. കണ്ട? ഇങ്ങനെ എഴുതാം. ഇതേതാണ് അക്ഷരം? ബ. എന്ന് പറഞ്ഞേ. ബ. ഒന്നുകൂടെ എഴുതാം. നോക്കിക്കോട്ടാ. കണ്ട? കിട്ടിയോ? ബ. അല്ലേ? ബ. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് വാക്ക് പഠിക്കാം. ഇപ്പൊ നമ്മളൊരു വാക്ക് പറഞ്ഞല്ലോ, അതേതാണ്? ഏത് വാക്കാണത്? യെസ്, ബലൂൺ. എങ്ങനെ എഴുതണമെന്ന് പഠിക്കാം. നോക്കിക്കോട്ടാ. ബ എഴുതി, നമ്മളിപ്പോ പഠിച്ച അക്ഷരം എഴുതി. നമുക്കറിയാവുന്നതാണല്ലോ. ഇതേതാണ്? ല. ഇതേതാണ്? ലു. ഈ ചില്ലക്ഷരം നമ്മൾ പഠിച്ചതാണല്ലോ. ഏതാണ്? ഇൺ. ഏതാണ്? ഇൺ. കൂട്ടി വായിക്കുമ്പോ ബ ല ഉ ലു ഇൺ. അപ്പൊ എങ്ങനെയാ മുഴുവനായിട്ടും ചേർത്ത് വായിച്ചേ? ബലൂൺ. പറഞ്ഞേ. ബലൂൺ. ബലൂൺ കണ്ടിട്ടില്ലേ? വേറെ ചിത്രങ്ങളൊന്നും ഇപ്പൊ ശ്രദ്ധിക്കണ്ട, ഇത് മാത്രം. ഉണ്ടോ? ബലൂൺ. ഇതല്ലേ ബലൂൺ അല്ലേ? എന്താണിത്? ബലൂൺ. ബ ലു ഇൺ. ബലൂൺ. കണ്ടോ? കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. യെസ്. ഇനി നമുക്ക് ഈ അക്ഷരം
ചിഹ്നം ചേർത്ത് പഠിക്കാം. ഓക്കെ, ചിഹ്നം ചേർത്ത് പഠിക്കാം. നോക്കാം. ബ, ബ, ബി, ബി, ബു, ബു, ബ്ര, ബെ, ബേ, ബൈ, ബോ, ബോ, ബൗ, ബം, ബ. കിട്ടിയ? ബ പറയാം. ബ, ബ, ബി, ബി, ബു, ബു, ബ്ര, ബ, ർ, ബ്ര, ബ്ര, ബേ, ബേ, ബൈ, ബോ, ബോ, ബൗ, ബം, ബ. കിട്ടിയില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു അക്ഷരം മതി. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, മനസ്സിരുത്തി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.